ബാക്ക് ചാനൽ ഡേ 2 ആണ് വയനാട്. പ്ലാൻ നമുക്ക് 2 സ്ഥലങ്ങളിൽ പോകാനായിട്ടാണ്. ഒന്ന് ചെമ്പ്ര വ്യൂ പോയിന്റ് എന്നൊരു സ്ഥലമുണ്ട്, പിന്നെ നീലിമല വ്യൂ പോയിന്റ് എന്ന സ്ഥലം. ഈ 2 സ്ഥലത്തോടെ നമ്മുടെ പോകാനുള്ള പ്ലാന്. രാവിലത്തെ 9:15 ആയതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ചെമ്പ്ര വ്യൂ പോയിന്റും നീലിമല വ്യൂ പോയിന്റ് അടുത്തടുത്താണ്. രണ്ടും കൂടെ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40-45 കിലോമീറ്റേഴ്സേ ഉള്ളൂ. നമ്മുടെ ഹൈ റേഞ്ച് റോഡ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനും എത്താനെത്തി ലേറ്റ് ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ച് റെഡിയായി വന്നിട്ട് കാണാം. ഓക്കെ. സമയം രാവിലത്തെ 11:24. നമ്മളിവിടെ നിന്ന് 10 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. സംസാരിച്ചിരുന്നു, ഓരോരോ കാര്യങ്ങളും വിശേഷമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ 11:30ക്കാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. നമ്മൾ ഡേ 2 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 11:30 ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മളിപ്പം ഇവിടെ നിന്ന് നീലമല വ്യൂ പോയിൻ്റ് എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ബൈക്കിന് എൻജിനൊന്ന് വാം അപ്പ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 25 to 30 ഡിഗ്രിയാണ്. രാവിലെ ആക്ച്വലി ഇത്തിരി തണുപ്പുണ്ടായിരുന്നു. ഇപ്പം വെയിൽ വന്നപ്പോഴേക്കാണ് ആ ചൂട് ഇപ്പോൾ വീണ്ടും കയറി തുടങ്ങിയത്. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം നീലിമല വ്യൂ പോയിന്റ് എന്ന സ്ഥലത്തോട്ടാണ്. ഇവിടെ ഈ നമ്മുടെ റിസോർട്ടിൽ 23 കിലോമീറ്റേഴ്സാണ്. 37 മിനിറ്റ്സ് എടുക്കുമെന്നാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ അപ്പോൾ ഇത് ഞാൻ ടാങ്ക് ബാഗ് എടുത്തില്ല, ടോപ്പ് ബോക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആക്ച്വലി ടാങ്ക് ബാഗ് ആ ടോപ്പ് ബോക്സിനകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ. ഇന്നലത്തെ ദിവസം നമ്മൾ ടോട്ടൽ ഓടി 490 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് മീറ്റർ ഞാൻ അതുകൊണ്ട് റീസെറ്റ് ചെയ്യുന്നു. അപ്രോക്സിമേറ്റ്ലി ഒരു 100 കിലോമീറ്റേഴ്സ് ഓടണം. സമയം 11:30 അല്ല, 11:45. നമ്മൾ ഉച്ച സമയത്ത് ആക്ച്വലി ഇറങ്ങിയത്. പെട്രോൾ നമുക്ക് ഒരു കട്ട പോയിട്ടുണ്ട്. നമുക്ക് ഇൻ കേസ് വേണമെങ്കിൽ അടിക്കണം. ഇവിടേക്ക് ഇനി XP95 കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ എൻ്റെ ബൈക്കിൽ സ്ഥിരം അടിക്കുന്ന XP95 ആണ്. അത് ഇത്തവണ കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. ഇവിടെ വയനാട് വെച്ച് കിട്ടും. നമ്മൾ കൊടൈക്കനാൽ വെച്ച് കിട്ടിയായിരുന്നു, പക്ഷേ ധനുഷ്കോടി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അന്നേരം നമ്മൾ നോർമൽ പെട്രോളാണ് അടിച്ചിരുന്നത്. ഇവിടെയും കിട്ടിയില്ലെങ്കിൽ നോർമൽ പെട്രോളോട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും.
അങ്ങോട്ടാണ് എടക്ക കേവ്സും അതൊക്കെ ഉള്ളത്. നമ്മൾ പക്ഷേ നീലിമല വ്യൂ പോയിൻ്റ് അതും നമ്മൾ അധികം പോകത്തില്ല. കാരണം മെയിൻലി നമ്മൾ ബൈക്ക്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ബൈക്ക് നമ്മൾ വെച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കൂടുതൽ നടന്നു പോകുന്നതിൽ അത്രയ്ക്കും അത് ഇൻട്രസ്റ്റഡ് അല്ല. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സ്ഥലം കാണണം, ആ രീതിയാണ് നമുക്ക് ആഗ്രഹം കൂടുതൽ. അതൊക്കെ തന്നെ നമ്മൾ വെച്ചിട്ട് മുമ്പ് ഡിസ്പ്ലേ പിടിച്ച് കളിക്കും, അങ്ങനെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ബൈക്ക് കൺവെട്ടത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു പരിപാടിക്ക് നമ്മളില്ല. റോഡ് അത്യാവശ്യം നല്ല നീറ്റ് റോഡാണ് അവർ ഇട്ടേക്കുന്നത്. ഇത് ഞാൻ എന്താണ് പറയുക, ഇന്നലെ തമിഴ്നാട് കയറിയതിന് ശേഷം റോഡ് പോയുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വലിയ പ്രശ്നമില്ല, റോഡ് അത്യാവശ്യം നല്ല റോഡ് തന്നെയായിരുന്നു. ഇങ്ങോട്ടാണ് നീലിമല വ്യൂ പോയിന്റ്.
അങ്ങോട്ട് പോയി നോക്കിയാലോ? നമ്മൾ നീലിമല വ്യൂ പോയിന്റിലോട്ട് പോകുന്നതാണ്. ഇപ്പം ഇവിടെ എത്തിയപ്പോൾ ഗൂഗിൾ ആക്ച്വലി ഇവിടെ വണ്ടി നടന്നു എന്നാണ് കാണിക്കുന്നത്. വണ്ടി പോകുന്നിടത്തോളം വണ്ടി പോകട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്കറിയത്തില്ല, തീരാത്തോട്ട് കയറി പോവും വേണ്ട, കാടാണ്. അത് വീട്ടിനകത്തോട്ട് കയറി പോവും. തിരിക്കങ്ങ് വഴിയില്ല. നമ്മളിപ്പോൾ നീലിമല വ്യൂ പോയിന്റ് വന്ന് ഇങ്ങോട്ട് പോയി. ഇവിടെ പോയപ്പോൾ ഒരു വീടാണ്. പിന്നെ നമ്മളത് റിവേഴ്സ് എടുത്ത് വന്നു. ഇനി ഇങ്ങോട്ടാണോ എനിക്കറിയില്ല. അങ്ങോട്ടാണെങ്കിൽ ഈ ബൈക്ക് കൊണ്ട് കയറാൻ പാടാണ്. പാട് മാത്രമല്ല റിസ്ക്കുമാണ്. അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ നീലിമല വ്യൂ പോയിന്റ് ഫ്ലോപ്പായി. അവിടെ അങ്ങോട്ട് ഫോറസ്റ്റ് ആൾക്കാർ വിടത്തില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ അവിടെ ഒരു സ്ഥലത്ത് ബൈക്ക് കൊണ്ട് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ട്രെക്കിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പം അത് ഫ്ലോപ്പായി. ഇനി അടുത്ത് നമ്മുടെ ചെമ്പ്ര പാർക്ക് എന്ന്, ചെമ്പ്ര വ്യൂ പോയിൻ്റ്, അതൊരു വ്യൂ പോയിൻ്റാണ്. അങ്ങോട്ടാണ് നമ്മൾ ലൊക്കേഷൻ വെച്ചേക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താണെന്ന് അറിയാം. ആൻഡ് അതും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ മെയിൻലി നമ്മൾ ഡെസ്റ്റിനേഷനല്ല, നമ്മൾ പോകുന്ന റൂട്ടും ബൈക്ക് ഓടിക്കുന്ന കാര്യമാണ് നമുക്ക് മെയിൻ. അതാണ്. ഇപ്പോൾ സമയം 12:40 നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും 1:40 ആവുന്നു. 1 മണിക്കൂർ എടുക്കുന്ന കാണിക്കും. 24 കിലോമീറ്റേഴ്സ് 1 hour. അതാണ് ചെമ്പ്ര പാർക്കിൻ്റെ ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത്. ചെമ്പ്ര പോകുന്ന അങ്ങോട്ടുള്ള റോഡ് അത്രയും പൊളിച്ചിട്ടേക്കാണ്. ഇത്രയും പണി കിടക്കുക റോഡ്. അങ്ങോട്ട് റോഡായിട്ടില്ല, അത്രയും ചല്ലിയിട്ട് തേക്കുന്നേ ഉള്ളൂ റോഡ്.
ഇവിടെ ഒന്നും റോഡില്ല ലിറ്ററലി. അത് അടിപൊളിയല്ലേ? അത് സ്റ്റേ ആണോ അത്? പക്ഷെ അത് സ്റ്റേ ആണെങ്കിൽ അത് അടിപൊളി. ഇങ്ങനെ വെച്ചേക്കും നല്ലൊരു അടിപൊളി അത്. ചെമ്പ്ര എന്ന് പറയുന്ന അല്ല ഒരു വ്യൂ പോയിന്റ് ആണോ? പിന്നെ സൂചിപ്പാറ 900. ഇപ്പൊ ഈ റോഡ് അങ്ങോട്ട് 900 കണ്ടി വരുമ്പോ അല്ലേ? അല്ല, ചൂരമല ഇപ്പൊ ഉരുൾപൊട്ടിയില്ലേ, അവിടെ മിലിറ്ററി കെട്ടിയ പാലുണ്ട്, അതുവരെ പോവാം. പുറത്ത് കൂടില്ല, അതുവരെ പോവല്ലേ? ചെമ്പ്ര വ്യൂ പോയിന്റ് അവിടെയും ഇല്ല എന്നാണ് പറഞ്ഞത്. കാര്യം ആ ഒരു സ്ഥലത്തിൻ്റെ അവിടെയാണ് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലും ദുരന്തമൊക്കെ ഉണ്ടായത്. ഭയങ്കര ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത് കാരണം ചെമ്പ്ര ഒരു പോയിന്റ് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. അതിൻ്റെ അതുവരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്നേ ഉള്ളൂ. ജംബോസ് അവിടെയാണ് ജംബോസിങ് ഉള്ളത്. അതിൽ കയറി ഇരുന്നിട്ട് എനിക്ക് ഇത് സിപ്പ് ലൈൻ, ഇവിടെ സിപ്പ് ലൈനും അപ്പുറത്ത് ജംബോസിങ് എന്ന് വെച്ചാൽ ആ ഒരു വ്യൂ പോയിന്റ് അങ്ങോട്ടാണ് അവർ നടത്തുന്നത്. പിന്നെ ഇത് സിപ്പ് ലൈനാണുള്ളത്. നമുക്കൊന്നും ആക്ടിവിറ്റീസിലോട്ട് ഇപ്പോൾ താല്പര്യമില്ല. ബൈക്ക് റൈഡിങ് ആണ് നമ്മുടെ ആക്ടിവിറ്റി. ഓക്കെ, ഇവിടുന്ന് റോഡ് ഇപ്പോൾ ഇച്ചിരി നീറ്റായിട്ടുണ്ട്. ഇത് ഏതുവരെ റോഡ് ഇങ്ങനെ ആയിരിക്കും എന്ന് കണ്ടറിയാം. പറഞ്ഞു തീർന്നില്ല, ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തേ. അപ്പോൾ വീണ്ടും നമ്മളിതിങ്ങനെ വഴി നിൽക്കുവാണ്. അവിടെ നിന്ന് മേളിലോട്ടാണ് ചെമ്പ്ര വ്യൂ പോയിൻ്റ് ഉള്ളത്. പക്ഷെ അവിടെ നമുക്കൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ ബൈക്ക് ഇവിടെ വെച്ചിട്ട് ഇവരോട് ജീപ്പിൽ കയറി പോകണം. അപ്പോൾ അതിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ബൈക്ക് വെച്ചിട്ട് നമുക്ക് പോകാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ആരും ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് ബൈക്ക് ഓടിച്ചിട്ട് തിരിച്ച് നമുക്ക് പോകാമെന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. നമ്മൾ ജസ്റ്റ് കുറച്ച് മുന്നോട്ട് കൊണ്ട് പോയി നോക്കാമെന്നുള്ള രീതിയായിരിക്കുന്നത്. ഇപ്പോൾ സമയം ഉച്ചക്കത്തെ 1:20 കുറച്ചുകൂടെ പോയിട്ട് നമ്മളൊരു ടീം ചെയ്ത് പറഞ്ഞൊരു സ്ഥലം കൂടെ ഉണ്ട്, അവിടെയും കൂടെ ഒന്ന് പോയിട്ട് പോന്നിരിക്കുക.
ഇതുവരെയാണ് ഈ റോഡിൻ്റെ എൻഡ്. അങ്ങോട്ട് വിടത്തില്ല, കാണിക്കുന്ന ഒഫീഷ്യൽസിനെല്ലാം ആരറിയ പാലത്തിൻ്റെ അങ്ങോട്ട് വിടത്തില്ല. No, not using this stone. They are using that is gabion. Gabion mixed with boulders. ഇതൊരു ചെറിയൊരു നദിയായിരുന്നു. ഉരുൾപൊട്ടൽ അങ്ങയിൽ നിന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വന്ന് ഇവിടെ കൂടെ എല്ലാം എടുത്തോണ്ടങ്ങ് പോയി. ഇവിടുത്തെ പാലവും പോയി, വീടുകളൊക്കെ കണ്ടില്ല. ഇതൊക്കെ ഒരു ബിൽഡിംഗ് എല്ലാം പോയി ഉണ്ട്. അവിടേക്ക് വീടുകളൊക്കെ പോയിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ ആക്ച്വലി വന്ന സ്ഥലം ഇതല്ല, നമ്മൾ വന്നത് മറ്റേ ചെമ്പറ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെ അവർ വണ്ടി വിടാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ റോഡ് സ്ട്രെയിറ്റ് അങ്ങ് വന്നപ്പോഴേക്കും ഇവിടെ വന്നെത്തി. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങാം. എത്ര പേർക്ക് അത് ഇപ്പോഴും കുറേ പേര് നൈറ്റ് മെയർ മാറാതെയൊക്കെ എത്ര പേര് അത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സ്പോട്ട് അവിടെ ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആക്കി വെച്ചേക്കാണ് എന്നൊരു സംശയം. അവിടെ നോക്കിയപ്പോൾ കുറേ കടയും കച്ചവടമൊക്കെ നടക്കും. ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് 54 കിലോമീറ്ററാണുള്ളത്. 54 വെച്ചാൽ ഇൻക്ലൂഡിങ് അങ്ങോട്ടും കൂടെ പോയിട്ട് വന്നതിൻ്റെയാണ്. നമ്മൾ ചെമ്പറ വ്യൂ പോയിന്റ് വന്ന് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കാണ് അവിടെ ബൈക്ക് വിടത്തില്ല, ജീപ്പ് എടുത്ത് പോകണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് പോകുന്ന എവിടെയെങ്കിലും നിർത്തിയൊരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതിനൊരു നല്ല സ്പോട്ടാണ്, നല്ല സ്പോട്ടുള്ള സ്ഥലം കിട്ടിയ ഫോട്ടോ എടുക്കാൻ നിർത്താം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീ മ്യൂസിയം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോയിട്ട് റൂമിലോട്ട് പോന്നിരിക്കുക. ഇപ്പം സമയം 1:30 ആയി. വലിയ ചൂടില്ല ഇപ്പം. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണ്. ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ചൂട് എന്ന് പറയാൻ ഭയങ്കര ഹ്യൂമിഡിറ്റി ഇല്ല. അങ്ങോട്ടൊരു വഴിയുണ്ട്, അപ്പോൾ അങ്ങോട്ടൊന്ന് കയറിപ്പോവാന്ന് ആലോചിക്കുന്നു. റൂബിക്കോൺ ഇങ്ങനെ ഒരു മോഡൽ ഇറക്കിയല്ലേ, വെറുതെ. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് എക്സ്പ്ലോറേഷൻ നമ്മളെപ്പോഴും എല്ലാ ട്രിപ്പും ചെയ്യുമ്പോഴേക്കും സാധാരണ നല്ല ലൊക്കേഷൻ കിട്ടും. ഇതെങ്ങനെയാണെന്ന് ചെല്ലുമ്പോൾ അറിയാം. സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇത് സൂചിപ്പാറ വാട്ടർഫോൾസ് പോകുന്ന വഴിയാണ്. നമുക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ, സൂചിപ്പാറ വാട്ടർഫോൾസ് പോകുന്ന വഴിയാണെന്ന്. വെറുതെ ഒരു വഴി കണ്ടു, നമ്മൾ കയറി. ഓ,
സാമ്പാർ മസാല ടൊമാറ്റോ മസാല ഗ്ലാസ് ബ്രിഡ്ജ് വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു, തൊട്ടടുത്താണ്. അതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ 2 വണ്ടി ഇവിടെ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഈ ലൊക്കേഷൻ നമ്മൾ ആ വാട്ടർഫോളിൽ അവിടെ നിന്ന് കുറച്ചുകൂടി സ്ട്രെയിറ്റ് പറഞ്ഞ ലൊക്കേഷനാണ്. വരുമ്പോഴേക്ക് ഒരു എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 200 വെച്ചാണ് ആവുന്നത് എൻട്രി ഫീസ്. ബൈക്കിനും കാറിനും പാർക്കിങ്ങിനും ഫീസില്ല, പക്ഷേ ഒരാളുടെ നിന്ന് 200 വെച്ച് വാങ്ങും. നമുക്ക് അങ്ങോട്ട് എന്നാൽ പോയി നോക്കാം. എന്താ സ്വിമ്മിങ് പൂളോ? ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. വരുമ്പോഴേക്ക് ഷൂസ് ഊരി വെക്കണം. നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കയറുമ്പോൾ ഷൂസ് ഇടാതെ കയറണം. ഇത് താഴെ നോക്കാൻ നടക്കുന്നവർ കുഴപ്പമില്ല, താഴെ നോക്കുമ്പോഴേക്കാണ് പേടി. നമ്മളിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. എന്താ ഇനി താഴോട്ട് നോക്കുമ്പോഴേക്കാണ് പേടി. ഇതിൻ്റെ താഴെയാണ് വാട്ടർഫോളിൻ്റെ പേരെന്തായിരുന്നു? സൂചിപ്പാറ വാട്ടർഫോൾസ് ആണ് താഴെ കാണാൻ. അത് ഒലിച്ചു പോകുന്ന കാണുന്നുള്ളൂ വെള്ളത്തിൻ്റെ, അല്ല പ്രോപ്പർ വാട്ടർഫോളായി കാണാനില്ല. പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ തന്നെയാണ് ഉള്ളത് കംപ്ലീറ്റ്. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. എന്താ ഞാൻ പറഞ്ഞാൽ വാട്ടർഫോളിൽ ഇത് മാത്രം കാണാം നമുക്ക്. താഴത്ത് ഇങ്ങോട്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെയുള്ള പക്ഷേ ഇതിലിപ്പോൾ ക്യാമറ കൂടെ നിങ്ങൾക്ക് അത്ര വിസിബിൾ അല്ല, കാര്യം ഗ്ലെയർ അടിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഒരു വ്യൂവും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജുമാണ്. മറ്റേ 900 കണ്ടിയിൽ അവിടെ കുറച്ചുകൂടി വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇത് കുറച്ചുകൂടി ചെറുതാണെന്നേ ഉള്ളൂ. പക്ഷെ ഇതിനായിട്ട് 200 രൂപ കൊടുക്കണമെന്ന് ചോദിച്ചാൽ
നല്ല വ്യൂ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് പോയിട്ട് എന്തായാലും ഇതുവരെ വരുന്നതല്ലേ. പോയിന്റ് എവിടെയാണ് നമുക്ക് നോക്കാം. മിക്കവാറും ഞാൻ ആദ്യം തന്നെ ആ ഒരു ചായ മ്യൂസിയം അങ്ങോട്ടായിരിക്കും. ഇപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കുറച്ച് നേരം നമ്മളിവിടെ നിന്നു. ഇനി അടുത്ത ടീ മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാൻ. ഇടയ്ക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുണ്ടെങ്കിൽ നമ്മൾ കയറും. ഓക്കെ, വീട്ടിൽ പോയിട്ട് ഏതായാലും ഫോർക്ക് ഓയിൽ മാറണം. എന്തായാലും യൂഷ്വലി 15,000 കിലോമീറ്ററിൽ ഫോർക്ക് ഓയിൽ മാറേണ്ടതാണ്. ഇതുവരെ മാറിയിട്ടില്ല. അപ്പം എനിക്ക് എന്തായാലും ഫോർക്ക് ഓയിൽ മാറണം. അതുമല്ലാണ്ട് ഒരു ഡീപ്പ് ക്ലീനിങ് എന്തായാലും ആവശ്യമുണ്ടാവും ബൈക്കിന്. അത്രയും പൊടിയും ചെളിയും ഒക്കെ ഉണ്ട് ബൈക്കിൽ. നമ്മളിപ്പം മേപ്പടി എന്ന സ്ഥലത്ത് എത്തി. മേപ്പടി ടൗണിലാണ് ഇപ്പം. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ടീ മ്യൂസിയത്തോട്ടാണ് നമ്മൾ ലൊക്കേഷൻ വെച്ചേക്കുന്നത്. മേപ്പടി നിന്നാണ് നമ്മളിപ്പോൾ ഈ പോയ സ്ഥലത്തോട്ടുള്ള റോഡ്.
900 കണ്ടി എല്ലാ ആ സ്ഥലത്തും ആ റൂട്ടാണ്. പക്ഷെ റോഡ് ഭയങ്കര പന്ന റോഡാണ്, ഭയങ്കര പന്ന റോഡ്. ആ റോഡ് ഫുള്ള് പണി കിടക്കുവാണ്, അവിടെ ഇവിടെയൊക്കെ കുഴിച്ചും പൊട്ടിച്ചൊക്കെ ഇട്ടേക്കുവാണ്. അതുകൊണ്ട് പന്ന റോഡാണ്, അത് മാത്രമേ ഉള്ളൊരു സീൻ. ഇപ്പോൾ സമയം 3 മണിയായി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ടീ ഫാക്ടറിയിലോട്ട് ഇപ്പോൾ പോകാൻ റൂട്ട് ചെയ്തേക്കാം. എന്തായാലും നമ്മൾ അവിടെയും പോയിട്ട് തിരിച്ച് റൂമിലോട്ട് എത്തുമ്പോൾ ഒരു 5-5:30 ആവും. അതായത് ഇന്നലെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ടൈമിലാണ് നമ്മൾ തിരിച്ചെത്താൻ പോകുന്നത്, അത്രേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലോട്ട് അടിപൊളി സീനറിയാണ്, പക്ഷേ അതേ സമയം ഡേഞ്ചറസും കൂടെയാണ്. അതുകൊണ്ട് ലെഫ്റ്റിലോട്ട് നോക്കാതെ വണ്ടി ഓടിക്കുക. ഇപ്പം നമ്മളതൊരു ടീ ഫാക്ടറി, ടീ മ്യൂസിയം ടീ ഫാക്ടറി തന്നെ അവിടെ വന്നേക്കുവാണ്. ടീ മ്യൂസിയം ഫാക്ടറിയിലോട്ട് വന്നു. ഒരു ചെറിയൊരു ബ്രേക്കും കൂടെ എടുക്കാവുന്ന രീതിയിൽ ബൈക്ക് രണ്ടത് ഇവിടെ പാർക്ക് ചെയ്തു. ഇങ്ങോട്ടാണ് കഫേ ഉള്ളത്. ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിലോട്ട് പോകാനായിരിക്കുന്നത്. പക്ഷേ റൂമിലോട്ട് ചെന്നിട്ട് ബാക്കി ഡിന്നറിൻ്റെ കാര്യം തീരുമാനിക്കും. നമ്മളിവിടെ വന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലാസ്റ്റ് അവസാനം തണുത്ത സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഞാൻ കോൾഡ് കോഫി, നീ എന്താണ്? അവക്കാഡോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് ചൂടെന്ന് പറയല്ല, പക്ഷേ നമ്മൾ എൻജോയ്മെൻറ്റ് 7 ഡിഗ്രീസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. വന്ന് നമ്മൾ ലാസ്റ്റ് ഓർഡർ ചെയ്ത സാധനം ഇതാണ്. ചൂടാകുമ്പോഴേക്കുള്ള പ്രശ്നം.
ചൂടല്ല, നമ്മളാ പോയി നമ്മളിത് ഫുൾ വേർത്ത്, ഇപ്പോൾ ഷർട്ട് വേർത്തിരിക്കാം, പക്ഷേ ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തതാണ്, ഹ്യൂമിഡിറ്റി ഇല്ല മെയിനായിട്ട്. ഇപ്പോൾ സമയം 5 മണി. നമ്മളിവിടെ ഒരു കുറച്ച് നേരം ബ്രേക്ക് എടുത്തു. ഇനി നേരെ റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ അടുത്ത് നിർത്തുന്ന പെട്രോൾ അടിക്കാനായിട്ടാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇപ്പോൾ പെട്രോൾ നമുക്ക് ഹാഫ് ടാങ്ക് ആയി ഓൾമോസ്റ്റ്. അപ്പം ഒന്ന് ഫുൾ ടാങ്ക് അടിച്ച് വെച്ചേക്കാം. നമ്മൾ വയനാട്ടിൽ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ വയനാട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. പിന്നെ നാളത്തെ റൂട്ട് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി റൂട്ടാണ്. വയനാട്ടിൽ നിന്നാണ് ചെക്കൗട്ട് ചെയ്ത് ഊട്ടിയിലോട്ടാണ് പോകുന്ന റൂട്ട് അടിപൊളിയാണ്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് വഴി ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കയറി അവിടെ നിന്ന് മസനഗുഡി വഴി ഊട്ടി. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല. ഇപ്പോൾ പെട്രോൾ അടിക്കണം, റൂമിൽ പോകണം, എന്നിട്ട് റൂമിൽ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിക്കണം പുറത്തു നിന്ന് കഴിക്കണം എന്ന കാര്യം നമ്മൾ തീരുമാനിക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോട്ടലിലെ ഫുഡ് മോശം, അത്യാവശ്യം നല്ല ഫുഡാണ് അവിടെ. പക്ഷേ ലിമിറ്റഡ് മെനു ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആലോചിക്കുകയാണ് വീണ്ടും അവിടെ നിന്ന് തന്നെ വേണോ അതോ ഫോർ ചേഞ്ച് നമ്മൾ പുറത്ത് വേറെ എന്തെങ്കിലും കൂടെ ട്രൈ ചെയ്യണമെന്നൊക്കെ ആലോചിക്കുന്നേ ഉള്ളൂ. ഏതായാലും നമ്മൾ റൂം എത്തിയിട്ടേ തീരുമാനിക്കുന്നുള്ളൂ. അവിടെ കാണുന്ന മലയൊക്കെ ഓൾറെഡി ഫോഗായി. അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ ഗോപ്രോ എത്രത്തോളം വിസിബിൾ ആണെന്ന്. ഒരു ടാങ്ക് ബാഗ് ഞാനിവിടെ തിരിച്ചെടുത്ത് വെച്ചു. കാര്യം എൻ്റെ ഫോൺ ചാർജ് ഓൾമോസ്റ്റ് തീരാറായി. അപ്പം ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ വേണ്ടി ടാങ്ക് ബാഗ് കൂടെ പുറത്തോട്ട് വെച്ചു. ഇതിൽ നിന്ന് ചാർജർ കണക്ഷൻ എടുത്ത് എൻ്റെ ഫോണിലോട്ട് കൊടുത്തേക്കാണ്. അതായത് എന്തായാലും ടോട്ടൽ നമ്മൾ ഇതുവരെ 92 കിലോമീറ്റേഴ്സ് ഓടി കഴിഞ്ഞു. റൂം വരെ ഇനിയിപ്പോൾ ബാക്കി 32 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഒരു റൗണ്ട് ഫിഗർ ഒരു 120 ഓട്ട് കിലോമീറ്റേഴ്സ് നമ്മൾ എന്തായാലും ഓടിയേക്കും. ടോട്ടൽ ട്രിപ്പ് ഇപ്പോൾ 600 കിലോമീറ്റേഴ്സായി. നമ്മളിനി ഇവിടെ നിന്ന് നാളെ ഊട്ടി പോകും. ഊട്ടിയിൽ നമ്മൾ നാളെ മീൻസ് ഫ്രൈഡേ ആണ്. നമ്മൾ ഫ്രൈഡേ ഊട്ടി എത്തും. ചിലപ്പോൾ നാളെ തന്നെ ഒരു ചെറിയൊരു സ്പോട്ടിലൂടെ നമ്മൾ പോകും. എന്നിട്ട് മറ്റന്നാൾ നമ്മൾ ഊട്ടി ഒന്ന് കറങ്ങും. എന്നിട്ട് സൺഡേ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട്. ഇതാണ് നമ്മുടെ ടോട്ടൽ ട്രിപ്പ് പ്ലാന്. ഒരു 5 ഡേ ട്രിപ്പായിരുന്നു ഇത്. നമ്മളിപ്പം റൂമിലോട്ട് വന്നു. പക്ഷേ പെട്രോൾ അടിക്കാൻ നമ്മൾ വിട്ട്. ഇനിയിപ്പം ജസ്റ്റ് ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം ചെന്ന് പെട്രോൾ അടിച്ച് എന്തെങ്കിലും എന്താ വെച്ചാൽ പരിപാടി കഴിഞ്ഞിട്ട് വരാം. എന്താ ഇതാ ബാസ് പ്ലേറ്റ് ഉണ്ടോ? ചെളി അടിച്ചിരിക്കണ കൊട്ട ചെളി. ഇപ്പോൾ തൽക്കാലം രണ്ടുപേരും ബൈക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഞാനിപ്പോൾ തിരിച്ച് വെച്ച കാര്യം തറ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബൈക്ക് വെക്കുമ്പം ആ സൈഡിലോട്ട് ചരിഞ്ഞിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ഇരുന്നോളും. ബോക്സ് അവിടെ വെച്ചേക്കാം. എന്തായാലും കുറച്ച് കഴിഞ്ഞ് ബൈക്ക് എടുക്കണമല്ലോ, അന്നേരം എടുക്കും. ഇപ്പോൾ ടാങ്ക് ബാഗ് മാത്രം കയ്യിലെടുത്തു. 101. താങ്ക് യു. ഇതാണ് നമ്മുടെ റൂം നമ്പർ 101.
ഷട്ടിൽ കളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷട്ടിൽ കോർട്ടുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസുള്ള റിസോർട്ടാണ് ഇത്. റൂം ഫുൾ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് കാണാം. സമയം വൈകിട്ടത്തെ 8 മണിയായി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഡിന്നർ കഴിക്കാൻ പുറത്തോട്ട് പോവാണ്. ഡിന്നർ കഴിക്കാൻ പിന്നെ ബൈക്കിൽ പെട്രോൾ അടിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെയിം സംഭവം തന്നെ. ഫസ്റ്റ് പെട്രോൾ അടിക്കാൻ പോകാം. ഫസ്റ്റ് തിങ് പെട്രോൾ അടിക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും പോയി ഫുഡ് കൊണ്ട് കഴിച്ചിട്ട് തിരിച്ചു വരാം. രാവിലെ നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്യും. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പം വീണ്ടും നമുക്ക് ഗോപ്രോയിൽ കാണാം. ഇപ്പോൾ സമയം 8:23. ഫസ്റ്റ് നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാനാണ് പോകുന്നത്. ബൈ ദ വേ ഇൻ ദിവസം ടോട്ടൽ 126 കിലോമീറ്റേഴ്സാണ് ഓടിയിട്ടുള്ളത്. ടോട്ടൽ ഈ ട്രിപ്പിൽ നമ്മൾ 617 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്തിട്ടുള്ളത്. പുറത്ത് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഒരു 24 ഡിഗ്രീസാണ് നമുക്ക് ഗൂഗിളിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇന്നിപ്പം നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് വന്നിട്ട് അത്യാവശ്യം ചെയ്യാനുള്ള ചെയിൻ ലൂബിംഗ് ആണ്. ഇപ്പോൾ സാധാരണ 400 കിലോമീറ്റർ ഇന്ന് രാവിലെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇത് രാവിലെ കുഴപ്പമില്ലാതെ ലൂബ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ ചെയ്യാൻ വിട്ടത്. ഇന്നിപ്പോൾ എന്തായാലും വന്നിട്ട് അത്യാവശ്യം ചെയിൻ ലൂബ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് വെച്ച് ഹൈ റേഞ്ച് ചുരം കയറുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് പെട്രോൾ അടിച്ച് തന്നെയാണ്. പിന്നെ ശേഷം പെട്രോൾ അടിച്ചതേ ഇല്ല. എനിക്കൊന്ന് ആ ഒരു പെട്രോൾ അടിച്ച ശേഷം ഓൾമോസ്റ്റ് ഒരു 180 കിലോമീറ്റർ 180 കിലോമീറ്റേഴ്സ് എങ്ങനെയായാലും ഓടിക്കാണും. എന്നിട്ടിപ്പോൾ ഹാഫ് ടാങ്കിൽ നിന്ന് ഒരു ഘട്ടം പോയിരിക്കുകയാണ്. ഒരു ആവറേജ് നമുക്ക് 32 കിട്ടിയിട്ടുണ്ട്. നല്ല നമ്മുടെ അതാണ് എൻ്റെ ബൈക്കിൻ്റെ മീറ്റർ കാണിക്കുന്നത്. 32 കിലോമീറ്ററാണ് മൈലേജ് കിട്ടിയിരിക്കുന്നത്, 32 കിലോമീറ്റർ പെർ ലിറ്റർ. ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിലെ പെട്രോൾ പമ്പുണ്ട്. അവിടെ നമുക്ക് XP95 പെട്രോൾ നമ്മൾ രാവിലെ പോയപ്പോൾ കയറി പമ്പ് നോട്ടയിട്ടതാണ്. XP95 ആണ് നമ്മൾ ബൈക്കിൽ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇപ്പോഴും അടിക്കാനുള്ള രീതി ഇരിക്കുകയാണ്. അത് തന്നെയാണ് അടിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്രയും വന്നത് പെട്രോൾ അടിക്കാണ്ട്. നമ്മുടെ റൂമിൽ നിന്ന് എനിക്കൊന്നൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ കാണും. ഇവിടെ ഉണ്ട് ഫുൾ ടാങ്ക് പ്രീമിയം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പെട്രോൾ ഫുൾ ടാങ്ക് ആക്കി വെച്ചു. നമ്മളപ്പോൾ ഇവിടെ KFCയിലോട്ട് വന്നു ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഫുഡ് അടിച്ചിട്ട് കാണാം. അപ്പം ഇവിടുത്തെ KFCയിൽ വന്നേക്കുവാണ്. ആസ് യൂഷ്വൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഏതൊരു ബൈക്കും ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കൊടുത്തു, ഇവിടെ വെയിറ്റിംഗ്. ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ്. ഒരു ബൈക്കെന്ന് ചോദിച്ചാൽ എവിടെ പോയാലും വേറെ ഒന്നുമില്ലെങ്കിൽ ബൈക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് ഇരിക്കാൻ കിട്ടിയാൽ അതിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നുമില്ല ഒരു ബൈക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടൈക്കനാൽ പോയപ്പോൾ അവിടുത്തെ റൂമിലും നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം അതായിരുന്നു. റൂമിൽ തൊട്ട് ഫ്രണ്ട് പാർട്ടി ഗ്ലാസ് നമ്മുടെ ഗേർട്ടൻ മാറ്റുമ്പോൾ ബൈക്കിനെ കാണാൻ പറ്റും. അതായിരുന്നു അവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ നമ്മളെ Day 2 കഴിഞ്ഞു. ഇപ്പോൾ സമയം ഓൾറെഡി 10:15. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. കുറച്ച് അടുക്കി പറക്കമുണ്ട് സാധനങ്ങൾ. നമ്മളെ ലഗേജൊക്കെ തുറക്കട്ടില്ലേ,
എല്ലാം അവിടേക്ക് ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കുവാണ്. ഇനി കുറേ എല്ലാം കൂടെ അടുക്കി പറക്കി വെച്ചിട്ട് നാളെ രാവിലെ 9:30-10 മണിക്കാതെ ഇവിടെയും ചെക്കൗട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ റൂട്ട് ഊട്ടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ 2 ദിവസം നമ്മൾ സാറ്റർഡേ ഉണ്ട്, സൺഡേ നമ്മൾ അവിടെയും ചെക്കൗട്ട് ആണ്. ഡേ 2 ഇത്രയേ ഉള്ളൂ. എന്താടാ എത്ര എന്നുവെച്ചാൽ ഫ്ലോ വേണം. നീ ഇങ്ങനെ കയറി വരുമ്പോ ഫ്ലോ പോകും. പാൻറ് ഇടാതിരിക്കുന്നതാണ് അവിടെ. അപ്പം നാളെ കാണാം. ബൈ.